യൂട്യൂബ് ചാനൽ സൂര്യാസ് വേൾഡ്. ഇറ്റ്സ് മീ സൂര്യ. എല്ലാവരും ഹാപ്പി ഹെൽത്തി സേഫ് ആയിട്ടൊക്കെ ഞാൻ ഇവിടെ സേഫ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് സിമ്പിളായിട്ടുള്ള ഒരു ഐഷാഡോ ലുക്കാണ്. അപ്പോൾ നമുക്ക് നോക്കിയിട്ട് വരാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ ഒരു സിസ് ബ്യൂട്ടീൻ്റെ ഐഷാഡോ പാലറ്റാണ് എടുത്തിട്ടത്. ഈ ഒരു പാലറ്റ് നല്ലൊരു പാലറ്റാണ്, പക്ഷേ ലൈറ്റായിട്ടുള്ള കളേഴ്സാണ് അതിനകത്ത് ഉള്ളത്. 2-3 ഷിമ്മറി കളേഴ്സുണ്ട്, സിൽവർ, ഗോൾഡ്, പിന്നെ ഒരു പീച്ച് പോലത്തെ ഒരു നല്ലൊരു ഷിമ്മറി കളേഴ്സ് ഉണ്ട്. ബാക്കിയുള്ളതെല്ലാം മാറ്റാണ്, ബ്ലാക്കും എല്ലാം ഉണ്ട്. നമുക്ക് സ്മോക്കി ഐസൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ പറ്റിയ ഒരു ഐഷാഡോ പാലറ്റാണ് ഇത്. അപ്പോൾ ഇതിൽ നിന്നും അത് ഒരു ലൈറ്റായിട്ടുള്ള ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു ബേസ് കോട്ട് 2 കണ്ണിലും ഇടുന്നുണ്ട്. 2 പ്രാവശ്യം ഇടുന്നുണ്ട്. കുറച്ച് ഒരു കട്ടിക തന്നെ നല്ലൊരു ലുക്ക് തോന്നിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഞാൻ 2 കണ്ണിൽ നന്നായിട്ടത് അപ്ലൈ ചെയ്യുന്നുണ്ട്. നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ അത്. എൻ്റെ അടുത്ത് എൻ്റെ കുഞ്ഞുവാവ് നിൽപ്പുണ്ട്, അതാണ് ഇടയ്ക്കിടയ്ക്ക് അലർന്ന പോലൊരു സൗണ്ട് കേൾക്കുന്നില്ലേ. അവളിവിടെ കളിക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട്. ഓക്കെ, നമുക്കിപ്പം 2 കണ്ണിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഐഷാഡോ പാലറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കോ. ഇപ്പോൾ 2 കണ്ണിൽ ഞാനത് അപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടില്ല? ഇനിയും അടുത്തതായിട്ട് ഈ ഒരു കളറ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇത് ബാക്കോട്ടും മുന്നോട്ടും ആയിട്ടാണ് നന്നായിട്ടത് നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുക്കുവാനായിട്ട്. വളരെ പെട്ടെന്ന് സ്മഡ്ജ് ചെയ്യാവുന്ന ഒരു ഐഷാഡോ പാലറ്റും കൂടിയാണത്. ഈ ഒരു ഐഷാഡോ പാലറ്റ് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് കോണ്ടൂറും പിന്നെന്താണ് ഹൈലൈറ്റും എല്ലാം ചെയ്യാനായിട്ട് പറ്റും. വേണമെങ്കിൽ നമുക്ക് ഐബ്രോസും കൂടി ഒന്ന് ഫിൽ ഔട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഐഷാഡോ പാലറ്റാണ്. 3-in-1 ഐഷാഡോ പാലറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ പറയാം. ഈ ഒരൊറ്റ ഐഷാഡോ പാലറ്റ് കൊണ്ട് നമുക്ക് 3 കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ലേ. കണ്ടില്ലേ, ഞാൻ വൃത്തിയായിട്ടത് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ അടുത്തതായിട്ട് ഈ ഒരു കളർ വെച്ചിട്ടാണ് 2ാമത്തെ കോട്ട് ഫിൽ ഔട്ട് ചെയ്യാൻ പോകുന്നത്. എക്സ്ട്രാ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഡാബ് ചെയ്തിട്ട് വേണം നമ്മുടെ കണ്ണിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. ഈ ഐഷാഡോ ഇടുന്നത് അതിൻ്റെ ബ്ലെൻഡിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ ഐഷാഡോ എത്രത്തോളം വൃത്തിയായിട്ടുള്ളതെന്ന് അറിയുന്നത്. നമുക്കിത് അപ്പുറത്തെ കണ്ണിലും കൂടി ഇത് അപ്ലൈ ചെയ്ത് നോക്കാം. അതിനുശേഷം ഈ ഒരു ഷിമ്മറി കളറാണ്, നല്ല ഗോൾഡൻ കളറൊരു ഷിമ്മറി കളറാണ്. അത് ഞാൻ നമ്മുടെ കണ്ണിനെ ഈ ഭാഗത്ത് ഫുള്ളായിട്ട് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കേട്ടോ, ലൈറ്റായിട്ട് നമ്മുടെ ഐലൈനർ എഴുതത്തില്ലേ, ഐലൈനർ എഴുതുന്ന ആ ഒരു സൈഡിൻ്റെ കുറച്ചും കൂടി മൂടായിട്ട് ഞാനൊന്ന് നീളത്തിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത്ര മാത്രമേ ചെയ്യുന്നുള്ളൂ കേട്ടോ.
അതിനുശേഷം അതിന് തൊട്ട് താഴെ വേറൊരു ലൈറ്റ് ഷെയ്ഡുണ്ട്. അത് നമ്മുടെ കണ്ണിന് ഏറ്റവും സെൻറ്റർ ഭാഗത്ത് തന്നെ ഒരു ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കേട്ടോ, ഇപ്പം നല്ല ചെറിയൊരു തിളക്കം നമ്മുടെ കണ്ണിന് കിട്ടും. കണ്ടില്ലേ? ഇനി നമ്മുടെ സ്മഡ്ജ് ചെയ്യുന്നൊരു ബ്രഷ് ഉണ്ടല്ലോ, ആ ഒരു ബ്രഷ് കൊണ്ട് തന്നെ നമ്മുടെ ഐലൈനർ എഴുതും പോലെ ലൈറ്റായിട്ട് കണ്ണിൻ്റെ അങ്ങേ അറ്റത്തൊന്ന് ഇങ്ങേ അറ്റം വരെ ഞാൻ ചെറുതായിട്ടൊന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. നമുക്കിതുപോലെ തന്നെ മറ്റേ കണ്ണിലും ചെയ്യാം. കണ്ടില്ലേ, സൂപ്പറായിട്ട് ഞാൻ രണ്ട് കണ്ണ് എഴുതിയിട്ടുണ്ടല്ലോ. നല്ല രസമില്ലേ കാണാനായിട്ടിപ്പോൾ? ഇത്രയൊക്കെ ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് നല്ലൊരു മോഹം, ഒന്ന് ഐലൈനർ നല്ല വിങ്സൊക്കെ ഇട്ട് നല്ല ബോൾഡായിട്ടൊരു ഐലൈനർ ലുക്കും കൂടി ചെയ്താലോ ആണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ലാക്മേൻ്റെ ഐലൈനർ എടുത്തിട്ട് തുമ്പത്തുനിന്ന് അറ്റം വരെ നല്ല വാലിട്ട് കണ്ണെഴുതുന്നുണ്ട്. അപ്പോൾ അത് ഒന്നും കൂടി ഒന്ന് നല്ലതായിട്ടൊന്ന് കറുപ്പിച്ചെടുക്കുവാൻ വേണ്ടിയിട്ട് എന്തെടുത്തുന്നോ, നമ്മൾ സ്മഡ്ജ് ചെയ്യുന്ന ആ ഒരു ബ്രഷ് ഉണ്ടല്ലോ, ആ ഒരു ബ്രഷ് വെച്ചിട്ട് ഞാൻ എന്തോ നന്നായിട്ടൊന്ന് സ്മഡ്ജ് ചെയ്യിപ്പിച്ചു. എന്നിട്ട് നല്ല ബോൾഡായിട്ടുള്ളൊരു വിങ്സും ഇട്ട് കൊടുത്തു. കണ്ടോ, നമ്മൾ വരച്ചെടുത്ത പോലെ തന്നെ ആ വിങ്സ് വന്നിട്ടുണ്ട് നല്ല വൃത്തിക്ക്. ഇന്നർ കോർണറിൽ ഞാൻ അതുപോലെ തന്നെ ലൈറ്റായിട്ടൊന്നും എഴുതി വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് മറ്റേ കണ്ണിലും എഴുതി കൊടുക്കാം. നമ്മുടെ കണ്ണുകൾക്കൊന്ന് വിടർന്ന കണ്ണായിട്ട് കാണണമെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. നല്ല ബോൾഡായിട്ടിരിക്കും നമ്മുടെ മുഖം കാണുമ്പോഴേ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ കുട്ടി വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതിൻ്റെ അടുത്തുള്ളൊരു കുഞ്ഞു ബെല്ലൈക്കനുണ്ട്, അതിൽ ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഞാൻ ഇനി ഫ്യൂച്ചറിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ഇപ്പോൾ എൻ്റെ ഐലൈനർ ലുക്കെല്ലാം നല്ല കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ.